ABVP-യിലൂടെ കടന്നുവന്ന് കേരളത്തിലെ BJP-യുടെ മുഖമായ വ്യക്തിയാണ് വി മുരളീധരൻ. കഴിഞ്ഞ 5 വർഷക്കാലമായി മോദി സർക്കാരിലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് ആറ്റിങ്ങലിലേക്ക് എത്തുന്ന മുരളിക്ക് ആറ്റിങ്ങൽക്കാർ കാത്തുവച്ചിരിക്കുന്ന ഗ്യാരണ്ടി എന്താണ്? ചോദിച്ചു തന്നെ അറിയാം. നമ്മോടൊപ്പം ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഇപ്പോൾ NDAയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ മത്സരത്തെ? വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളത്. തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, എല്ലാവർക്കും വീട്ടിൽ കുടിവെള്ളം, വൈദ്യുതി സൗകര്യങ്ങൾ, എല്ലാവർക്കും ഭക്ഷണം, വൈദ്യ സഹായം, വൈദ്യ ശുശ്രൂഷ, തൊഴിൽ, എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മാറ്റണം. ആറ്റിങ്ങൽ ഇലക്ഷൻ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ പാർട്ടിക്കാരുടെയും പോകുന്നുണ്ട്. എന്നാലും ഈ ഇലക്ഷന് ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആര് ജയിച്ചാലും ആറ്റിങ്ങലിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി വോട്ട് ചെയ്യും തീർച്ചയായിട്ടും. ചേച്ചി എങ്ങനെയാണ് കരുതുന്നത്? ഒരു വനിതാ വോട്ടറൊക്കെ ആയ സ്ഥിതിക്ക് വീട്ടിലൊക്കെ പൊതുവേ ഉള്ളൊരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വോട്ടിടാൻ പോയി. 12 വർഷമായി എനിക്ക് വോട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വോട്ടുണ്ട്. എന്തായാലും പോയി ഇടണം. ഈ പറഞ്ഞ കണക്ക് പാർട്ടി 3 പേരും നമുക്ക് ആർക്ക് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു കൺഫ്യൂഷനിലാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്. വനിതകളെ ആരും ഈ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ്. ഇതിവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വനിത എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി ഇല്ല, ഒരു വിഷമം തന്നെയാണ്. വടക്ക് തെക്കൊക്കെ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ആരൊക്കെയാ മത്സരിക്കുന്നത്? പാലക്കാട് നിന്നുള്ള ഒരാള്, കണ്ണൂരിൽ നിന്നുള്ള ഒരാള്. അപ്പോൾ പിന്നെ വടക്കും തെക്കും ഒക്കെ എല്ലാവർക്കും ബാധകല്ല. ഞാൻ 45 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. 45 കൊല്ലമായിട്ട് താമസിച്ച് പൊതുപ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ആറ്റിങ്ങൽ ഉൾപ്പെടെ അങ്ങ് എത്ര സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് NDAക്ക്? തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരാഴ്ചയോളം ബാക്കിയുണ്ട്. അതിനിടയിൽ പല കാര്യങ്ങളും നടക്കാം. എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം. CPM-ഉം കോൺഗ്രസും പറയുന്നത് ആറ്റിങ്ങലിൽ അവർ തമ്മിലുള്ളൊരു മത്സരം മാത്രമാണെന്നാണ്. എങ്ങനെയാണ് അതിനോടുള്ളൊരു പ്രതികരണം? അവർ തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി BJP സാരഥിയായി ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ ശ്രീ വി മുരളീധരന്റെ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമുദ്രാനവകാശം വോട്ടുകളായ രംഗപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷമേ വിനയപൂർവ്വം
ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ വി ജോയിയിലൂടെ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPM-ഉം ഇടതുമുന്നണിയും. എന്നാൽ സിറ്റിംഗ് MP-യായ അടൂർ പ്രകാശിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മണ്ഡലത്തിലെ NDA-യുടെ പ്രചാര പരിപാടികൾ. ആർക്കൊപ്പമാണ് ആറ്റിങ്ങലെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.